ശ്രീ എ പ്രഭാകരൻ. സർ, നമ്മുടെ സംസ്ഥാനത്തെ നെൽകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ നെല്ലിൻ്റെ വില ലഭിക്കാൻ നേരിടുന്ന കാലതാമസവും. സപ്ലൈകോ നൽകുന്ന PRS അടിസ്ഥാനപ്പെടുത്തി 2022-23 വരെ കേരള ബാങ്കാണ് ഈ പൈസ നൽകിയിരുന്നത്. PRS കൊണ്ട് കൊടുത്താൽ അപ്പം തന്നെ പണം കിട്ടുന്ന ഒരു ഏർപ്പാടായിരുന്നു. കഴിഞ്ഞ 13 വർഷക്കാലം സുഗമമായി നടന്ന് ഒരു പ്രയാസമില്ല നടന്നു വന്ന സംവിധാനം ഇടക്കാലത്ത് 2022-23 മുതൽ ഇത് SBI, കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നീ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചാണ് നടപ്പിലാക്കി വരുന്നത്. എന്നാൽ ഈ പൊതുമേഖലാ ബാങ്കുകൾ നിരവധി നിബന്ധനകളും കർശനമായ നിലപാടുകളും സ്വീകരിക്കുന്നത് മൂലം കർഷകർക്ക് ഈ പണം കിട്ടാൻ കാലതാമസം വരികയാണ്. മാത്രമല്ല, ഇവിടെ കേരള ബാങ്ക് നൽകാൻ തീരുമാനിച്ചത് 7.65% പലിശയ്ക്കാണ്. അവരാണെങ്കിൽ 9.5% തോന്നുന്നു പലിശ വാങ്ങുന്നത്. സർക്കാരിനും വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ PRS വായ്പാ പദ്ധതി കേരള ബാങ്ക് മുഖാന്തരം തന്നെ നടത്തുന്നതാണ് കൃഷിക്കാർക്ക് വലിയ ഉപകാരമാകുക. അതുകൊണ്ട് ഇത് നമ്മുടെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനും സഹായകമായ ഒരു നിലപാടായിരിക്കും. അതുകൊണ്ട് കേരള ബാങ്കിനെയും അതുപോലെ പ്രൈമറി സഹകരണ ബാങ്കുകളെയും കൂട്ടിയോജിപ്പിച്ച് അവർ മുഖാന്തരം ഈ PRS വായ്പ നൽകുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ കൃഷിക്കാർക്കും ആശ്വാസമാകും, സഹകരണ മേഖലയ്ക്കും ആശ്വാസമാകും, ഗവൺമെൻറ്റിനും അതൊരു വലിയ സഹായകമാകും. ആ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സാർ, ദേശീയ തലത്തിൽ നടപ്പിലാക്കി വരുന്ന വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടന്നു വരുന്നത്. കേന്ദ്ര സർക്കാർ നൽകേണ്ട താങ്ങുവിലയോടൊപ്പം സംസ്ഥാന പ്രോത്സാഹന ബോണസ് കൂടി ചേർത്താണ് കർഷകർക്ക് സംഭരണ വില നൽകി വരുന്നത്. പദ്ധതി പ്രകാരം സംഭരിക്കുന്ന നെല്ല് സംസ്കരിച്ച് അരിയാക്കി പൊതുവിതരണ സംവിധാനം വഴി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തതിന് ശേഷമേ കേന്ദ്ര സർക്കാർ താങ്ങുവിലയുടെ ക്ലെയിം പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. ഇതിന് 6 മുതൽ 8 മാസം വരെ കാലതാമസം വരികയാണ്. കർഷകരിൽ നിന്ന് നെല്ല് അളന്നെടുത്തതിന് ശേഷം വരുന്ന ഈ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ബാങ്കുകളുടെ സഹായത്തോടെ സപ്ലൈകോ ഗ്യാരണ്ടി നിന്ന് PRS വായ്പ ലഭ്യമാക്കുന്നത്. സർക്കാർ വിഹിതം ലഭിക്കുന്ന മുറയ്ക്ക് ഈ വായ്പകൾ സപ്ലൈകോ തിരിച്ചടവ് വരുത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് PRS വായ്പാ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. വിവിധ ബാങ്കുകൾ PRS വായ്പാ പദ്ധതിയുമായി സഹകരിച്ച് പോന്നിട്ടുണ്ട്. 2021-22 വർഷത്തിൽ കേരള ബാങ്ക് ഉൾപ്പെടെ 11 ബാങ്കുകളാണ് PRS വായ്പ നൽകിയിരുന്നത്. സർക്കാർ വിഹിതങ്ങൾ വൈകുന്നത് മൂലം വലിയ തോതിലുള്ള പലിശ ബാധ്യതയും സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 18/11/2021 കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ PRS വായ്പാ വിതരണത്തിനായി ബാങ്കുകളുടെ ടെൻഡർ വിളിച്ച് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുവാൻ നിർദ്ദേശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 11/2/2022 ബാങ്കുകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും തുടർ ചർച്ചകൾ നടത്തുകയും ചെയ്തു. SBI 6.9% നിരക്കിൽ പലിശയ്ക്ക് വായ്പ തരാൻ തയ്യാറായി. എന്നാൽ 8.5% താഴെ നൽകാൻ കഴിയില്ലെന്നാണ് കേരള ബാങ്ക് അന്നറിയിച്ചത്. പിന്നീട് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 7.65% പലിശയ്ക്ക് വായ്പ നൽകുവാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും കേരള ബാങ്കിന് അതിന് കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ആ സ്ഥിതിയിൽ കൺസോർഷ്യം ബാങ്കുകളുമായി കരാറിലേർപ്പെടുകയായിരുന്നു. എന്നാൽ കേരള ബാങ്കിൽ നിന്ന് പിന്നീട് PRS വായ്പകൾ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഭാവിയിലും PRS വായ്പാ പദ്ധതിയുമായി കേരള ബാങ്കിനെ സഹകരിപ്പിക്കണമെന്ന് തന്നെയാണ് വകുപ്പ് ആഗ്രഹിക്കുന്നത്. കേരള ബാങ്കിനെ PRS വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്.